ഫാമിൽ ഉണ്ടായിരുന്ന ജയ്മോഹൻ പുള്ളി ഈ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പുള്ളി അന്നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ സംസാരിച്ച കാര്യം പറഞ്ഞിട്ട് പുള്ളി എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ശ്രീജിത്തെ, നിന്റെ മനസ്സെനിക്കറിയാം, നീ അന്നേ എത്ര ഒരു പക്വതയോടെയാണ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഈ കഥയെല്ലാം ഈ ഇടയ്ക്ക് പുള്ളിയാണ്, ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ വിഷമിച്ചിട്ട് ചെന്ന് ജയ്മോഹൻജിയോട് പറഞ്ഞു, അതായത് പിന്നെ സാരമില്ല, അത് ഇതേപോലുള്ള സാഹചര്യങ്ങളൊക്കെ ആശ്രമ സ്വഭാവത്തിൽ ഉണ്ടാകും, പക്ഷേ അതെല്ലാം നമ്മൾ സഹിക്കണം, നമ്മൾ എത്ര ത്യാഗപ്പെട്ട് നിൽക്കണം, ഇത് അത്രയ്ക്ക് വലിയ ദൈവികമായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ ഞാൻ ജയ്മോഹൻജിക്ക് പറഞ്ഞു കൊടുത്തതും, എന്നിട്ട് ജയ്മോഹൻജി എന്നോട് പറഞ്ഞു, നമ്മളാരെങ്കിലും ആണെങ്കിൽ അപ്പം ഇട്ടിട്ട് പോയനെ, പക്ഷെ നീ ആ വിഷമം എല്ലാം സഹിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്ന് എന്നെ ഉപദേശിച്ചു. അതായത് എനിക്കിതെല്ലാം ഉപദേശിച്ച് തരികയാണ് ചെയ്തത്. അപ്പം നിന്റെ ആ ഒരു ഈ കാര്യത്തെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ജയ്മോഹൻജി എന്നോടിപ്പോൾ ഈ ഇടയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ ഒരു കഴിവോ മറ്റ് കാര്യങ്ങളോ അല്ല, അന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തോ ആ വിഷമമൊക്കെ ഞാൻ സഹിച്ചിട്ട് ഞാൻ ഈ ഒരു വിഷയം അറിയാൻ വേണ്ടി നിന്നപ്പോൾ നമ്മൾ എങ്ങനെയോ അത് സഹിച്ചു പോയെന്നുള്ളേ ഉള്ളൂ. എന്നാൽ ഇതുപോലുള്ള ചില സാഹചര്യങ്ങൾ പിന്നീടും പല അപമാനങ്ങളും പല വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനും പൊട്ടിത്തെറിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആശ്രമത്തെ തള്ളിപ്പറയോ ഗുരുവിനെ തള്ളിപ്പറയോ മറ്റ് ആൾക്കാരെ തള്ളിപ്പറയല്ല. ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ആദ്യം ഞാനത് സഹിക്കും. എനിക്കെതിരെ ഇതേപോലെ അപമാനങ്ങൾ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനങ്ങ് മനസ്സുകൊണ്ട് സഹിക്കും. അപ്പം ഞാൻ ആലോചിക്കും, ഞാൻ സഹിച്ചു, എൻ്റെ കാര്യം തീർന്നു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എന്തായാലും എന്നെ ഇങ്ങനെ ഇളക്കിയ ഈ പ്രവൃത്തി ചെയ്ത ആളിത് എന്തായാലും അയാൾക്കും വേണ്ട ഒരു പരീക്ഷണം. അപ്പം ഞാൻ ഗുരു അനുവദിക്കുമെങ്കിൽ ഞാൻ വരിക്കും, ഞാനൊരു ഇഷ്യൂ അങ്ങ് ഉണ്ടാക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ, ഞാനിങ്ങനെ ഒരു പ്രശ്നങ്ങൾ പണ്ട് ആശ്രമ സ്വഭാവത്തിൽ ഗുരു ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി പ്രശ്നം വഷളാക്കി ഞാൻ ഭരിച്ച എല്ലാ ആ പ്രശ്നങ്ങൾ, അത് മനഃപൂർവ്വമൊന്നും അല്ല, അന്നത്തെ ദേഷ്യത്തിനോടൊപ്പം തന്നെയാണ് ഞാൻ ഭരിക്കുക. അത് ഒത്തിരി പ്രശ്നമൊക്കെ ഒത്തിരി വലുതാവട്ടെ, അന്നേരം നമ്മൾ സീരിയസ് ആയിട്ടുള്ള ദേഷ്യത്തിലാണ്. പക്ഷേ എന്നാലും നമ്മുടെ കൺട്രോൾ ഗുരുവിൻ്റെ കയ്യിലാണ്. ഗുരു എവിടെ നിർത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും, അല്ലാതെ നമുക്ക് അതോടുകൂടി അത് തീരുകയും ചെയ്യും. പക്ഷേ എന്നാലും ഞാനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ മാക്സിമം പെരുപ്പിച്ച ഒരു ഇഷ്യൂ ഒക്കെ ആക്കി ഞാൻ പല രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അങ്ങനെ ആക്കിയിട്ട്, കാര്യം എനിക്ക് മാത്രം സഹിച്ചാൽ പോരല്ലോ, അത് പ്രവർത്തിച്ച ആളിന് ഒരു പരിവർത്തനം വരണമെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പിന്നെ ഇങ്ങനെ ചില പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പിൽക്കാലത്ത്, ആദ്യകാലത്ത് എല്ലാം സഹിച്ച് നിൽക്കുമായിരുന്നു, പിൽക്കാലത്ത് ഞാൻ ഇങ്ങനെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഗുരുവിനോട് ചെന്ന് ഞാൻ പറഞ്ഞ് മാപ്പും പറയും. അതേസമയം ഗുരു എന്താണോ പറയുന്നത് അവിടെ വെച്ച് ഞാൻ നിർത്തും. പക്ഷേ ഞാൻ വിചാരിക്കും, കുറച്ച് ഇങ്ങനെയുള്ള ഇൻസൾട്ടുകൾ ഉണ്ടാകണമല്ലോ, ഇങ്ങനെയുള്ള ചില വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലല്ലേ ഒരു ആശ്രമ സ്വഭാവത്തിലൊരു പരിണാമം ഉണ്ടാകും. അപ്പോൾ ഇതാരും മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ എൻ്റെ നേരെ വന്നു കഴിയുമ്പോൾ ഞാനത് തിരിച്ചു ഒന്ന് പ്രവർത്തിച്ച് നോക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ആശ്രമ സ്വഭാവത്തിൽ എങ്ങനെ പരിണമിക്കണം, നമ്മൾ ഇതേപോലുള്ള ഇൻസൾട്ടുകൾ, വിഷമങ്ങൾ, ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇതെല്ലാം